ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യണമെന്നുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് PV അൻവർ സംസ്ഥാന കൺവീനർ സ്ഥാനം രാജിവെച്ചു. കളമശ്ശേരിയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ടു പോകും. തൃണമൂലിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്തുണ ലഭിച്ചില്ല എന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഏറ്റവും അവസാനമായി ബേപ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയായി ഞാൻ ഉള്ളപ്പോൾ പോലും ദേശീയ തലത്തിൽ നിന്നൊരു നേതാവിനെയെങ്കിലും അയച്ചു തരണമെന്ന് പറഞ്ഞതിനും ഒരു കാരണവശാലും കോൺഗ്രസുമായി വേദി പങ്കിടുന്ന ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. തൃണമൂലിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഡർഷിപ്പും കൊടികളും ഒരേ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അത് ബംഗാളിലെ അവരുടെ രാഷ്ട്രീയത്തിന് അവർ ഉയർത്തുന്ന ആൻറ്റി കോൺഗ്രസ്, ആൻറ്റി കമ്മ്യൂണിസ്റ്റ്, ആൻറ്റി BJP രാഷ്ട്രീയത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ് അവസാനമായി അവർ പറഞ്ഞത്. ആ രീതിയിലുള്ളൊരു രാഷ്ട്രീയവുമായിട്ട് സ്വാഭാവികമായിട്ടും കേരളത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഇന്നത്തെ വിഷയങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണക്കാതെ ആരെ പിന്തുണക്കുമെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂടിയാലോചനകൾ നടത്തുകയും ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റി വളരെ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേശീയ നേതൃത്വവുമായുള്ള ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ ഇന്ന് പ്രമേയം വഴി ഞങ്ങൾ തീരുമാനിച്ചത് പത്രമാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിക്കുകയാണ്. ഇനി ഒരു ബന്ധവും ITCയുമായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ സംഘടനയായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടിയായി മാറുക എന്നതാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രമേയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാതൽ. അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് അടുത്ത മാസം 15-ാം തീയതിക്കുള്ളിൽ എല്ലാ ജില്ലകളിലെയും ജില്ലാ കമ്മിറ്റികളെ വിളിച്ചു ചേർത്ത് പുതിയ പാർട്ടിയുടെ പേരും നയരേഖയും ഒക്കെ ചർച്ചകൾ നടത്തി മെയ് 15-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനമായി സംസ്ഥാനത്തിന് പരമാവധി പരിഗണന നൽകുന്ന UDFനോട് ഒപ്പം നിന്നുകൊണ്ട് ഈ പിണറായിസത്തെയും ഫാസിസത്തെയും എതിർക്കുന്ന ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു പുതിയ പാർട്ടിയെ രൂപീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 1.5 വർഷമായി നന്നായി പ്രവർത്തിച്ചിട്ടും ഫലമുണ്ടായില്ല. കോൺഗ്രസുമായി സഹകരിക്കുന്നതിൽ പിന്തുണയ്ക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് എതിർപ്പ് പ്രകടിപ്പിച്ചു. ബേപ്പൂരിൽ ഒരു ദേശീയ നേതാവിനെ പോലും പ്രചാരണത്തിനയച്ചില്ല. കോൺഗ്രസുമായി സീറ്റ് പങ്കിടാനാകില്ലെന്ന് വ്യക്തമാക്കി. സംസ്ഥാന പാർട്ടി രൂപവൽക്കരിക്കും. പാർട്ടിയുടെ പേരും മറ്റു കാര്യങ്ങളും മെയ് 15-നകം തീരുമാനിക്കും. ചിഹ്നം പോലും അനുവദിക്കാൻ തയ്യാറായില്ല. കോൺഗ്രസുമായി സഹകരിച്ചാൽ ബംഗാളിൽ തിരിച്ചടിയാകുമെന്ന് തൃണമൂൽ ദേശീയ നേതൃത്വം വ്യക്തമാക്കിയെന്നും അൻവർ പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.